പ്രപഞ്ചത്തിനെ വിശകലനം ചെയ്യാനും പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്ര മേഖലയാണ് കോസ്മോളജി അഥവാ പ്രപഞ്ച വിജ്ഞാന ശാസ്ത്രം. പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങിയ നാൾ മുതൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രത്തോളമായിരിക്കും? പ്രപഞ്ചത്തിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും ഈ ചോദ്യം നമ്മുടെ മുന്നിൽ ഒരു വലിയ നിഗൂഢതയായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. എങ്കിലും ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ അന്വേഷണങ്ങളൊന്നും തന്നെ ഒരിക്കലും പാഴായിരുന്നില്ല. കാരണം അങ്ങനെ നടത്തിയ അന്വേഷണങ്ങളിലൂടെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ മറ്റൊരുപാട് പ്രധാനപ്പെട്ട പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയായത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു പ്രപഞ്ച സത്യമാണ് സ്പേസ് എക്സ്പാൻഷൻ. എന്നുവെച്ചാൽ നമ്മുടെ പ്രപഞ്ചം നിരന്തരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം. പ്രപഞ്ചം വികസിക്കുകയാണെന്ന കാര്യം കണ്ടുപിടിച്ചപ്പോഴാണ് ഈ വികസിക്കുന്ന വേഗത എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ വികാസം തുടങ്ങിയതെപ്പോഴാണെന്നും, അതായത് പ്രപഞ്ചത്തിന്റെ പ്രായം എത്രയാണെന്നും ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയാണെന്നും വരെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന കാര്യം ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ പ്രപഞ്ചം വികസിക്കുന്ന വേഗത മനസ്സിലാക്കാനുള്ള ശ്രമം ജ്യോതിശാസ്ത്രജ്ഞർ ആരംഭിച്ചു. പ്രധാനപ്പെട്ട വ്യത്യസ്തമായ 2 മാർഗങ്ങളിലൂടെ പ്രപഞ്ച വികാസ വേഗത എത്രയാണെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ വ്യത്യസ്തമായ 2 അന്വേഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ 2 വേഗതകളാണ് ലഭിച്ചത്. ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ച 2 മാർഗങ്ങളും ബഹിരാകാശ ഗവേഷണ രംഗത്തിൽ പല കാര്യങ്ങൾക്കു വേണ്ടിയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വളരെ മികച്ചതും കൃത്യവുമായ മാർഗങ്ങളാണ്. ഇങ്ങനെ 2 മാർഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വേഗതകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന പ്രതിസന്ധിയെയാണ് ഹബിൾ ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദി ക്രൈസിസ് ഇൻ കോസ്മോളജി എന്നും ഈ പ്രശ്നത്തിനെ പറയാറുണ്ട്. പ്രപഞ്ചശാസ്ത്ര പഠനത്തെ ബാധിച്ച ഈ വലിയ പ്രതിസന്ധിയുടെ പിന്നിൽ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടായിരിക്കും പ്രപഞ്ച വികാസത്തിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്? നമുക്ക് നോക്കാം. പ്രപഞ്ചം വികസിക്കുന്നുണ്ടെന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എത്ര വേഗത്തിലാണ് പ്രപഞ്ചം വികസിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ പ്രധാനമായും 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ദി ഡിസ്റ്റൻസ് ലാഡർ മെത്തേഡ്, 2 ദി കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് മെത്തേഡ്. വേഗത എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള നിരൂപണം ആദ്യമായിട്ട് നടത്തിയത് എഡ്വിൻ ഹബിൾ എന്ന പ്രശസ്ത അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ്. ഡിസ്റ്റൻസ് ലാഡർ മെത്തേഡാണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. 1929 അദ്ദേഹം പ്രപഞ്ചം വികസിക്കുന്ന വേഗത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. അതായത് ഏകദേശം 1 നൂറ്റാണ്ടുകൾക്ക് മുന്നേ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം വികസിക്കുന്ന വേഗതയ്ക്ക് ഹബിൾസ് കോൺസ്റ്റന്റ് എന്ന് പേരും നൽകി. എന്തായാലും ഒരുപാട് അകലെയുള്ളതും സമീപമുള്ളതുമായ ഗാലക്സികളുടെ എല്ലാം ഇടയിലുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രപഞ്ചം വികസിക്കുന്ന വേഗത നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ബഹിരാകാശത്തിൽ ദൂരം മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊത്തിരിയേറെ വെല്ലുവിളികളുണ്ട്. പല ഘട്ടങ്ങളിലൂടെയായിട്ട് നടത്തുന്ന കണക്കുകൂട്ടലുകളിലൂടെയാണ് അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ആദ്യം നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള വസ്തുക്കളുടെ ദൂരം കൃത്യമായിട്ട് അളക്കണം. ശേഷം ഈ അളവ് ഉപയോഗിച്ച് സമീപമുള്ള നക്ഷത്രങ്ങളുടെ ദൂരം തിരിച്ചറിയണം. അതിന്റെ അടിസ്ഥാനത്തിൽ അകലെയുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം, അതുപയോഗിച്ച് സമീപമുള്ള ഗാലക്സികളിലേക്കുള്ള ദൂരം, പിന്നെ അകലെയുള്ള ഗാലക്സികൾ, അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പ്രപഞ്ച ദൂരം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ കോസ്മിക് ഡിസ്റ്റൻസ് ലാഡർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നാൽ ഈ ഡിസ്റ്റൻസ് ലാഡറിൽ ഏതെങ്കിലും ഒരു ഘട്ടം തെറ്റാണെങ്കിൽ, ഉദാഹരണത്തിന് സമീപമുള്ള നക്ഷത്രങ്ങളുടെ ദൂരം നമ്മൾ കണക്ക് കൂട്ടിയത് തെറ്റാണെങ്കിൽ അതിനർത്ഥം അതിന് മുകളിലുള്ള എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാണ്. എന്തായാലും ഡിസ്റ്റൻസ് ലാഡറിൽ ഒരുപാട് അകലെയുള്ള ബഹിരാകാശ വസ്തുക്കളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്ന വസ്തുക്കളെയാണ്. എന്നുവെച്ചാൽ പ്രകാശ തീവ്രത എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന വസ്തുക്കൾ. ഇത്തരം വസ്തുക്കൾ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിലനിന്നാലും അവയ്ക്കെപ്പോഴും ഒരു നിശ്ചിതമായ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഒരു വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശം എത്രത്തോളം ശക്തമാണെന്നറിയാമെങ്കിൽ സ്വാഭാവികമായും ആ പ്രകാശം മങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതെത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പല തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കാൻഡിൽസ് ഉണ്ട്. ഹെൻറിയേറ്റ സ്വാൻ എന്ന അമേരിക്കൻ ആസ്ട്രോണമർ കൃത്യമായ ഇടവേളകളിൽ മിന്നുന്ന ഒരു തരം നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചു. സെഫീദ് വേരിയബിൾ സ്റ്റാർ എന്നാണ് അത്തരം നക്ഷത്രങ്ങളെ പറയുന്നത്.
ഇത്തരം നക്ഷത്രങ്ങൾ എവിടെയാണെങ്കിലും അതിനി വേറെ ഗാലക്സികളിലാണെങ്കിൽ പോലും അവയെല്ലാം തന്നെ ഏകദേശം ഒരേ തീവ്രതയിലായിരിക്കും പ്രകാശിക്കുന്നത്. അതുമാത്രമല്ല, ഈ നക്ഷത്രങ്ങൾ എത്രത്തോളം വേഗത്തിലാണോ മിന്നുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രകാശ തീവ്രത. പല ദിവസങ്ങളുടെ ഇടവേളകളിലാണ് ഈ നക്ഷത്രങ്ങൾ മിന്നുന്നത്. കൂടുതൽ ദിവസങ്ങളെടുത്ത് മിന്നുന്നവയ്ക്കാണ് കൂടുതൽ പ്രകാശമുള്ളത്. അതിനാൽ തന്നെ ഇവയുടെ ദൂരം കണ്ടുപിടിക്കാൻ താരതമ്യേന വളരെ എളുപ്പവുമാണ്, അത്യധികം കൃത്യവുമാണ്. അപ്പോൾ ഒരു ഗാലക്സി നമ്മിൽ നിന്നും എത്ര ദൂരത്തിലാണെന്നറിയാൻ ആ ഗാലക്സിയിലുള്ള സെഫീദ് വേരിയബിൾ നക്ഷത്രങ്ങളെ നോക്കിയാൽ മതി. പക്ഷേ സെഫീദ് വേരിയബിൾസ് എന്നത് വെറും നക്ഷത്രങ്ങളാണ്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവയുടെ പ്രകാശം തീരെ മങ്ങിപ്പോകും. അതായത് ഒരുപാട് അകലെയുള്ള സെഫീദ് സ്റ്റാർസിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തിൽ നിലനിൽക്കുന്ന ഗാലക്സികളുടെ ദൂരം അളക്കാൻ നമുക്ക് മറ്റു തരം സ്റ്റാൻഡേർഡ് കാൻഡിൽസ് ആവശ്യമാണ്. 1990കളിൽ ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ ചേർന്ന് പുതിയൊരു തരം സ്റ്റാൻഡേർഡ് കാൻഡിൽ കണ്ടെത്തി. അതാണ് ടൈപ്പ് 1A സൂപ്പർനോവ. നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നതാണ് സൂപ്പർനോവ. എന്നാൽ ടൈപ്പ് 1A സൂപ്പർനോവ ഒരു പ്രത്യേക തരം സൂപ്പർനോവയാണ്. അത് സംഭവിക്കുന്നത് സാധാരണ നക്ഷത്രങ്ങൾക്ക് വിസ്ഫോടനം സംഭവിക്കുമ്പോഴല്ല, മറിച്ച് നക്ഷത്രങ്ങളുടെ അവശേഷിപ്പുകളായ വൈറ്റ് ഡ്വാർഫുകൾക്ക് സൂപ്പർനോവ സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ ആ നക്ഷത്രത്തിന്റെ കോർ ഭാഗം മാത്രം അവശേഷിക്കും. ഈ കോർ ഭാഗത്തിനെയാണ് നമ്മൾ വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഡ്വാർഫുകളെല്ലാം തന്നെ വളരെയേറെ സ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങളോ ഊർജ പ്രവാഹങ്ങളോ വിസ്ഫോടനങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വൈറ്റ് ഡ്വാർഫുകളിൽ സംഭവിക്കുകയില്ല. എന്നാൽ ചില നക്ഷത്ര വ്യൂഹങ്ങളിൽ ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു സ്റ്റാർ സിസ്റ്റത്തിൽ 2 നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു നക്ഷത്രം നശിച്ച് വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറുമ്പോൾ ഒരുപക്ഷെ അത് മറ്റേ നക്ഷത്രത്തിൽ നിന്നും ഊർജവും പദാർത്ഥങ്ങളും വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഈ വൈറ്റ് ഡ്വാർഫിന്റെ മാസ് കൂടുന്നതുകൊണ്ട് കാലക്രമേണ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കഴിയുമ്പോൾ വൈറ്റ് ഡ്വാർഫ് മാസ് താങ്ങാനാകാതെ പൊട്ടിത്തെറിക്കും. അങ്ങനെ സംഭവിക്കുന്ന വിസ്ഫോടനമാണ് ടൈപ്പ് 1A സൂപ്പർനോവ. ഇത്തരം സൂപ്പർനോവകളെ ഉപയോഗിച്ചാൽ കോടിക്കണക്കിനു പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഗാലക്സികളുടെ വരെ ദൂരം ഏകദേശം കൃത്യമായിട്ട് തന്നെ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദൂരം മനസ്സിലാക്കുമ്പോൾ അവ എത്ര വേഗത്തിലാണ് നമ്മിൽ നിന്നും അകന്നു പോകുന്നതെന്നും നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. അങ്ങനെ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 72 km/s/മെഗാപാർസെക് എന്ന വേഗത്തിലാണ് പ്രപഞ്ചം വികസിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി. ഈ വേഗത വെച്ചാണ് പ്രപഞ്ചത്തിന്റെ പ്രായം നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ഒരു വാഹനം എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാമെങ്കിൽ അതിനൊരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടാൻ പറ്റും. അതുപോലെ 72 km/s/മെഗാപാർസെക് എന്ന വേഗത്തിലാണ് വികസിക്കുന്നതെങ്കിൽ അതൊരു പോയിന്റിൽ നിന്നും ഇത്രയും വികസിക്കാൻ എത്ര കാലമെടുത്തുവെന്ന് നമുക്ക് കണക്കുകൂട്ടാനാകും. അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രായം 1380 കോടി വർഷമാണെന്ന കണക്കിൽ നമ്മൾ എത്തിച്ചേർന്നത്. പ്രപഞ്ച വികാസ വേഗത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗമാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ മെത്തേഡ്. പ്രപഞ്ചമുണ്ടായ ശേഷം ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്കുള്ളിലാണ് CMB ഉണ്ടായത്. അതായത് പ്രപഞ്ചത്തിന്റെ ആരംഭകാലത്തിൽ. WMAP സാറ്റലൈറ്റും പ്ലാങ്ക് സാറ്റലൈറ്റും പോലെയുള്ള ഉപകരണങ്ങളിലൂടെ ഈ CMB റേഡിയേഷന്റെ കൃത്യമായ ഒരു മാപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ചിലയിടങ്ങളിൽ നീല നിറവും ചിലയിടങ്ങളിൽ ഓറഞ്ച് നിറവുമാണ്. അതിന്റെ കാരണം ഓറഞ്ച് നിറത്തിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ നീല നിറത്തിനേക്കാൾ വളരെ ചെറിയ രീതിയിൽ താപനില കൂടിയ സ്ഥലങ്ങളാണ്. കൂടുതൽ എന്ന് വെച്ചാൽ ഏകദേശം വെറും 0.001% വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ചൂട് കൂടിയ മേഖലകളും കുറഞ്ഞ മേഖലകളും തമ്മിലുള്ള ദൂരം വളരെ കൃത്യമായിട്ട് തന്നെ ശാസ്ത്രജ്ഞർക്ക് കണക്കുകൂട്ടാൻ പറ്റും. ആ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രപഞ്ചം എത്ര വേഗത്തിലാണ് വികസിക്കേണ്ടത് എന്ന നിഗമനത്തിലെത്താനും കഴിയും. അങ്ങനെ നിർണയിച്ച വേഗതയാണ് 67 km/s/മെഗാപാർസെക്. ഇന്ന് നമ്മുടെ പ്രപഞ്ചം ഇത്രയും വേഗത്തിലാണ് വികസിക്കേണ്ടതെങ്കിലും യഥാർത്ഥത്തിൽ പ്രപഞ്ചം എത്ര വേഗത്തിൽ വികസിക്കുന്നുവെന്ന് ഡിസ്റ്റൻസ് ലാഡർ ഉപയോഗിച്ച് നിർണയിച്ചപ്പോൾ പ്രപഞ്ചം 72 km/s/മെഗാപാർസെക് വേഗതയിലാണ് നിലവിൽ വികസിക്കുന്നത്. ഈ 2 മാർഗങ്ങളുടെയും ഒരു പ്രത്യേകത എന്താണെന്നാൽ അവ രണ്ടും വളരെയേറെ കൃത്യമായ കണക്കുകൂട്ടലുകളാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അവയിലൂടെ നിർണയിക്കപ്പെടുന്ന വേഗതകൾ തമ്മിൽ പൊരുത്തപ്പെടാത്തത്? ഈ പൊരുത്തക്കേടിനെയാണ് ശരിക്കും ഹബിൾസ് ടെൻഷൻ അല്ലെങ്കിൽ ക്രൈസിസ് ഇൻ കോസ്മോളജി എന്ന് പറയുന്നത്.
കണക്കുകൂട്ടലുകളിൽ സംഭവിച്ച എന്തെങ്കിലും പിഴവാണോ എന്ന സംശയമുണ്ടായതുകൊണ്ട് 2 മെത്തേഡ്സ് ഉപയോഗിച്ചും വീണ്ടും പലതവണ ജ്യോതിശാസ്ത്രജ്ഞർ കണക്കുകൂട്ടി നോക്കി. പക്ഷേ എത്ര തവണ കണക്കുകൂട്ടിയിട്ടും 2 മെത്തേഡ്സിൽ നിന്നും ലഭിക്കുന്ന റിസൾട്ടുകൾ 2 ആണ്. ഇത് വളരെ ചെറിയൊരു വ്യത്യാസമാണെങ്കിൽ പോലും 2 മെത്തേഡ്സും അത്യധികം കാര്യക്ഷമതയുള്ള കൃത്യമായ മെത്തേഡ്സ് ആയതുകൊണ്ടാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ലാഡർ മെത്തേഡ് വളരെയേറെ കൃത്യതയുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ഹബിൾ ടെൻഷന്റെ കാരണം? ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ കരുതുന്നത് ഒരുപക്ഷെ ഡാർക്ക് എനർജിയിൽ സംഭവിച്ച എന്തെങ്കിലും വ്യതിയാനം കാരണമായിരിക്കും ഹബിൾ ടെൻഷൻ ഉണ്ടാകുന്നതെന്നാണ്. അതായത് CMB മെത്തേഡിൽ പ്രപഞ്ചത്തിന്റെ എല്ലാ കാലത്തിലും ഡാർക്ക് എനർജിയുടെ അളവ് ഒരുപോലെയാണെന്നാണ് അനുമാനിക്കുന്നത്. ഒരുപക്ഷെ അതൊരു തെറ്റായ അനുമാനമായിരിക്കാം. എന്നാൽ ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത് ഡിസ്റ്റൻസ് ലാഡർ മെത്തേഡ് കൃത്യമല്ല എന്നാണ്. അതായത് ബഹിരാകാശ വസ്തുക്കളുടെ ദൂരം അളക്കുന്ന ഏതോ ഒരു ഘട്ടത്തിൽ എന്തോ തെറ്റുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ ഇതുവരേക്കും നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കരുതി അതിന് ഒരിക്കലും നമുക്ക് പറ്റില്ല എന്ന് ചിന്തിക്കരുത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മുഴുവൻ പ്രപഞ്ചമെന്നത് നമ്മുടെ ഗാലക്സി മാത്രമാണെന്നായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും ഇത്രയേറെ പ്രപഞ്ച രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായും ഹബിൾ ടെൻഷന്റെ കാരണവും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ബഹിരാകാശം വികസിക്കുന്ന വേഗത കണ്ടുപിടിക്കാൻ പുതിയ മാർഗങ്ങൾ ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങും ഗ്രാവിറ്റി വേവ്സും. അത്യധികം മാസീവായ ബഹിരാകാശ വസ്തുക്കൾക്ക് ചുറ്റിലുമുള്ള സ്പേസ് ടൈം അവയുടെ മാസ് കാരണം വളയപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗാലക്സിക്കു പിന്നിൽ ഒരു വലിയ ക്വാസാർ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വളരെയേറെ ബൃഹത്തായ ഒരുതരം സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ, അതിന്റെ അക്രീഷൻ ഡിസ്കിൽ നിന്നും വരുന്ന പ്രകാശം മുന്നിലുള്ള ഗാലക്സിയുടെ വശങ്ങളിലൂടെ വളഞ്ഞു വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ക്വാസാറുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്വാസാറിന്റെ അക്രീഷൻ ഡിസ്ക് കറങ്ങുന്നതിനനുസരിച്ച് അതിനെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പ്രകാശം കൂടുന്നതായും കുറയുന്നതായും നമുക്ക് തോന്നും. അതായത് അത് മിന്നുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഗാലക്സിക്ക് ചുറ്റും കാണുന്ന ക്വാസാറിന്റെ പല ചിത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഒരു ക്വാസാറിന്റെ ചിത്രമായതുകൊണ്ട് തന്നെ അവയെല്ലാം ഒരുമിച്ചാണ് മിന്നേണ്ടത്. എന്നാൽ അവ വളഞ്ഞു വരുന്ന പാതയുടെ ദൂരവ്യത്യാസം കാരണം അവയെല്ലാം ഒരേ സമയങ്ങളിലായിരിക്കില്ല മിന്നുന്നത്. അതിനാൽ തന്നെ അവ എത്ര ദൂരത്തിൽ നിന്നുമാണ് വരുന്നതെന്നും അതിനോടൊപ്പം പ്രപഞ്ചം വികസിക്കുന്ന വേഗത എത്രയാണെന്നും വരെ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റും. നിലവിൽ വളരെ ചുരുക്കം ചില ലെൻസ്ഡ് ക്വാസാറുകളെ മാത്രമേ നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് കൃത്യമായ ഒരു കണക്കുകൂട്ടൽ അസാധ്യമാണ്. എങ്കിലും ഇതുവരെ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നുമുള്ള കണക്കുകൂട്ടലുകളിൽ അത് ഡിസ്റ്റൻസ് ലാഡർ മെത്തേഡുമായിട്ട് പൊരുത്തപ്പെടുന്ന വേഗതയാണ് കാണിക്കുന്നത്. അതായത് ഏകദേശം 72 km/s/മെഗാ വേഗത. രണ്ടാമത്തെ മാർഗവും ബ്ലാക്ക് ഹോൾസ് തന്നെ. 2 ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിൽ നിന്നും വളരെ ശക്തമായ ഗ്രാവിറ്റേഷണൽ തരംഗങ്ങൾ പുറത്തുവരും. ഈ തരംഗങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നാൽ ഗ്രാവിറ്റേഷണൽ തരംഗങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അവ എത്ര ദൂരത്തിൽ നിന്നും വരുന്നവയാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കണക്കുകൂട്ടാൻ സാധിക്കും. ഇത്തരം ഗ്രാവിറ്റേഷണൽ വേവ്സിനെ സ്റ്റാൻഡേർഡ് സൈറൻസ് എന്നാണ് പറയുന്നത്. ദൂരം കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞാൽ വികാസ വേഗതയും അത്രയേറെ കൃത്യമായിട്ട് തന്നെ കണക്കുകൂട്ടാം. എന്തായാലും നിലവിൽ ഹബിൾ ടെൻഷൻ പ്രപഞ്ചശാസ്ത്രത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഭാവിയിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തീർച്ചയായും നമ്മൾ കണ്ടെത്തും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.